ഇന്ന് ആഗോളതലത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. ലോകത്തെ നഗരവൽക്കരിക്കപ്പെട്ട സമൂഹവും വിദ്യാസമ്പന്നരായ പ്രൊഫഷണൽ ക്ലാസും വരും വർഷങ്ങളിൽ നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഒരു വലിയ മാറ്റത്തെയാണ്. അടുത്ത 2-3 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ പ്രൊഫഷണൽ രംഗത്തെ ജോലികളിൽ 60 മുതൽ 70% വരെ പൂർണ്ണമായും AI അധിഷ്ഠിതമായി മാറും എന്നാണ് ആഗോള പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ നിർണായകമായ ഈ വലിയ ആഗോള മാറ്റത്തിൽ ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത്? ലോകത്തെ ഏറ്റവും മികച്ച 10 അല്ലെങ്കിൽ 20 AI കമ്പനികൾ എടുത്ത് പരിശോധിച്ചാൽ അതിലൊരൊറ്റ ഇന്ത്യൻ ഒറിജിൻ കമ്പനി പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഒരു കാലത്ത് ഇൻഫോർമേഷൻ ടെക്നോളജി രംഗത്ത് ലോകത്തെ വിറപ്പിച്ച, ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു മഹാരാജ്യം എങ്ങനെയാണ് AI രംഗത്ത് ഇത്ര വലിയ ഗതികേടിലേക്ക് വീണുപോയത്? ഇതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയും തന്ത്രപരമായ പരാജയവും. ഇന്ത്യയെ ഡിജിറ്റൽ ഇന്ത്യ എന്നും വിശ്വഗുരു എന്നും വിളിച്ച് വലിയ പരസ്യ കോലാഹലങ്ങൾ നടത്തുന്ന നരേന്ദ്രമോദി സർക്കാർ യഥാർത്ഥത്തിൽ രാജ്യത്തെ സാങ്കേതിക വിദ്യയുടെ ഭാവി നശിപ്പിക്കുകയാണ് ചെയ്തത്. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്ത സൗത്ത് ഗ്ലോബൽ സമ്മിറ്റിൽ സുന്ദർ പിച്ചൈയും സാം ഓൾട്ട്മാനും അടക്കമുള്ള ആഗോള AI ഭീമന്മാർ വന്നിരുന്നു. പക്ഷേ ആ ചടങ്ങുകൾ കൊണ്ടോ പരസ്യങ്ങൾ കൊണ്ടോ ഇന്ത്യക്ക് യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല എന്നതാണ് സത്യം. നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കണം. എങ്ങനെയായിരുന്നു നമ്മൾ IT ലോകത്തിൻ്റെ മുൻപന്തിയിൽ എത്തിയത്? ഒരു കാലത്ത് ഇൻഫോസിസ്, TCS, വിപ്രോ, HCL തുടങ്ങിയ ആഗോള IT കമ്പനികൾ ഇന്ത്യയിൽ വളർന്നു വന്നത് ഇന്നത്തെ സംഘപരിവാറോ BJPയോ വിചാരിച്ചിട്ടല്ല. അത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള കമ്പ്യൂട്ടർ വിപ്ലവത്തിൻ്റെയും സാങ്കേതിക നയങ്ങളുടെയും ഫലമായിട്ടായിരുന്നു. അന്നത്തെ IITകളിൽ നിന്നും ഉയർന്നു വന്ന പ്രതിഭകളും വിദേശത്ത് പോയി പഠിച്ച് തിരികെ വന്ന് ഇന്ത്യയിൽ സംരംഭങ്ങൾ തുടങ്ങിയ യുവതലമുറയുമാണ് നമ്മുടെ IT ഭൂമിയുടെ അടിത്തറ പാകിയത്. അന്ന് കർണാടക ഭരിച്ച SM കൃഷ്ണ ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ബാംഗ്ലൂരിനെ സിലിക്കൺ വാലിയാക്കി മാറ്റിയപ്പോഴും അദ്ദേഹത്തോട് മത്സരിച്ച് ചന്ദ്രബാബു നായിഡു ഹൈദരാബാദിനെ IT നഗരമാക്കിയപ്പോഴും അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ചെന്നൈയും പൂനെയും ബോംബെയും പിന്നീട് ഡൽഹിക്കടുത്തുള്ള ഗുരുഗ്രാമവും നോയിഡയുമെല്ലാം IT ഭൂപടത്തിൽ ഇടം പിടിച്ചത്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കൾക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാനും രാജ്യാന്തര തലത്തിൽ സർവീസ് നൽകാനും സാധിച്ചത് അന്ന് കോൺഗ്രസും മറ്റ് പ്രാദേശിക സർക്കാരും കാണിച്ച ദീർഘവീക്ഷണം കൊണ്ടായിരുന്നു. എന്നാൽ 2014 അധികാരത്തിൽ വന്ന BJP സർക്കാർ ഈ അടിത്തറയെ പൂർണ്ണമായും തകർത്ത് കളയുകയാണ് ചെയ്തത്. ആഗോളതലത്തിൽ AI അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നിന്നിരുന്ന 2016 കാലഘട്ടത്തിൽ അത് ലോകത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെ കൃത്യമായി പ്രവചിക്കാനോ രാജ്യത്ത് അതിന് അനുയോജ്യമായ ഗവേഷണ അന്തരീക്ഷം ഒരുക്കാനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തിൻ്റെ നയരൂപീകരണ വിദഗ്ധർക്കോ കഴിഞ്ഞിട്ടില്ല. 65 70 വയസ്സുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ ആഴവും അതിൻ്റെ പ്രവർത്തന രീതികളും മനസ്സിലാക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ലീഡർഷിപ്പാണ് രാജ്യത്തെ നയിക്കുന്നത് എന്നതിൻ്റെ ദുരന്തമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അവരുടെ കൂടെയുള്ള IT ടെക്നോളജി മന്ത്രി അശ്വനി വൈഷ്ണവ് വിദേശത്ത് പഠിച്ച ആളാണെന്ന് മേനി നടിക്കുമ്പോഴും AI രംഗത്ത് ഇന്ത്യക്ക് ഒരു സംഭാവനയും നൽകാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് AI മേഖലയിൽ സംയുക്തമായി പ്രവർത്തിക്കാൻ 90 ബില്യൺ യൂറോയുടെ വലിയ കരാർ ഒപ്പിട്ടിട്ടും ഇന്ത്യയിൽ അതിൻ്റെ ഒരു പ്രതിഫലനവും ഉണ്ടായിട്ടില്ല. കാരണം ഈ മേഖലയിൽ കൃത്യമായ ഗവേഷണങ്ങൾക്കോ പരിശീലനം ലഭിച്ച മാൻ പവറിനോ വേണ്ടിയുള്ള ഫണ്ടിംഗ് നൽകാൻ BJP സർക്കാർ പരാജയപ്പെട്ടു. വെറും ഈവന്റ് മാനേജ്മെന്റും PR വർക്കും കൊണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മുന്നേറാൻ കഴിയില്ലെന്ന് BJP മനസ്സിലാക്കിയില്ല. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ രുചിർ മേത്ത തൻ്റെ പുസ്തകങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ AI രംഗത്ത് അടിസ്ഥാനപരമായ ഒരു ഗവേഷണവും ഇന്ത്യയിൽ നടക്കുന്നില്ല. അമേരിക്കയും മറ്റ് വിദേശ രാജ്യങ്ങളും വർഷങ്ങളോളം കോടിക്കണക്കിന് ഡോളർ ഗവൺമെൻറ് തലത്തിൽ ഫണ്ട് ചെയ്താണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനിയായ NVIDIAയുടെ മാത്രം നെറ്റ്വർത്ത്
$1 ട്രില്യൺ അടുക്കുകയാണ്. ഇന്ത്യയുടെ ആകെ GDP $4.5 ട്രില്യൺ ആണെന്ന് ഓർക്കുമ്പോഴാണ് ഈ AI വിപണിയുടെ ഭീമാകാരമായ വലിപ്പവും നമ്മൾ വരുത്തിയ വീഴ്ചയും മനസ്സിലാക്കുക. ChatGPTയുടെ ഫൗണ്ടർ സാം ആൾട്ട്മാൻ ഇന്ത്യയിൽ വന്നപ്പോൾ പരസ്യമായി പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കാര്യമായ ഒരു സംഭാവനയും നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് വീമ്പിളക്കുന്ന BJPയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. BJPയുടെ ഈ പരാജയം മൂലം ഇന്ത്യയിലെ വൻകിട IT മേഖല ഇപ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലോകം മുഴുവൻ AI ട്രാൻസിഷൻ മോഡിലേക്ക് മാറിക്കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള AI ജോലികളും വികസനങ്ങളും തായ്വാൻ, വിയറ്റ്നാം, ചൈന, തായ്ലൻഡ്, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് ഇവിടെ ഒരു വർക്കും ലഭിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ AI പഠിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ അവരെ ഉപയോഗപ്പെടുത്തുന്നത് വിദേശ രാജ്യങ്ങളാണ്. ഇന്ത്യ വിഭവസമൃദ്ധമായ ഒരു കമ്പോളമായിട്ടും നമ്മൾ വെറും ഉപഭോക്താക്കൾ മാത്രമായി ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. മെറ്റയും ആമസോണും ഉൾപ്പെടെയുള്ള ആഗോള ഭീമന്മാർ അവരുടെ വലിയ AI സെർവറുകളും ഡേറ്റാ സെന്ററുകളും സ്ഥാപിക്കുന്നത് ഇന്ത്യയിലാണ്. ഇതിലൂടെ വൻതോതിൽ ഇലക്ട്രിസിറ്റിയും അവ തണുപ്പിക്കാൻ നമ്മുടെ കുടിവെള്ളവുമാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്ത് അവർ AI വളർത്തുമ്പോൾ നമ്മുടെ ChatGPTയും ക്യാൻവയും ഗ്രോക്കും ക്ലോഡും ഉപയോഗിക്കാൻ വിദേശ കമ്പനികൾക്ക് സബ്സ്ക്രിപ്ഷൻ പണം നൽകി നമ്മുടെ പണം പുറത്തേക്കൊഴുകുന്നു. BJPയുടെ കോർപ്പറേറ്റ് പ്രീണന നയം കാരണം ഇന്ത്യക്കാർ സ്വന്തം നാട്ടിൽ വെറും വിഭവങ്ങൾ വിട്ടുകൊടുക്കുന്നവരായി മാറിക്കഴിഞ്ഞു. ഭാവിയിൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതം മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, മൊബൈൽ, കാർ, എന്തിന് വീട്ടിലെ ലൈറ്റുകൾ മുതൽ അന്താരാഷ്ട്ര പ്രതിരോധ മേഖലയിലെ വെപ്പണൈസേഷൻ വരെയുള്ള കാര്യങ്ങൾ AI നിയന്ത്രിക്കുന്ന കാലത്തേക്ക് പോവുകയാണ്. ഇസ്രയേലും ഇറാനും അമേരിക്കയും എല്ലാം തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളിൽ പോലും AI മോഡലുകൾ ഉപയോഗിച്ചു തുടങ്ങി. ഈ സാങ്കേതിക വിദ്യ ഇല്ലാതെ ഒരു രാജ്യത്തിനും മുന്നോട്ടു പോകാനാകില്ല. എന്നാൽ ഈ നിർണായക വിപ്ലവത്തിൽ സ്വന്തമായി ഒരു ആഗോള ബ്രാൻഡ് പോലും ഉണ്ടാക്കാൻ കഴിയാതെ ഇന്ത്യയെ വിദേശ കോർപ്പറേറ്റുകളുടെ വെറും അടിമച്ചന്തയാക്കി മാറ്റുകയാണ് BJP സർക്കാർ ചെയ്യുന്നത്. വർഗീയതയും രാഷ്ട്രീയ കുതിരക്കച്ചവടവും നടത്തി അധികാരം നിലനിർത്താൻ കാണിക്കുന്ന ശ്രദ്ധയുടെ 100-1 ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ കാണിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തുമായിരുന്നു. ദീർഘവീക്ഷണമില്ലാത്ത ഒരു ഭരണാധികാരിയും ഭരണകൂടവും രാജ്യത്തെ എത്രമാത്രം പിന്നോട്ട് നയിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് AI രംഗത്ത് ഇന്ത്യ നേരിടുന്ന ഈ ദയനീയമായ പരാജയം. സ്വന്തമായി ഒരു AI എക്കോസിസ്റ്റം പോലും നിർമ്മിക്കുന്നതിന് പകരം പശുവിനെക്കുറിച്ചും പുരാണങ്ങളിലെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും കപടശാസ്ത്രം പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് BJPയുടെ സൈബർ വിങ്ങും അവരുടെ നേതാക്കളും. അന്താരാഷ്ട്ര തലത്തിൽ വലിയ കമ്പനികൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ ഇവിടെ വെറും കാഴ്ചക്കാരായി മാറുന്നു. വിദേശ കമ്പനികൾ ഇന്ത്യക്കാരെ പിഴിഞ്ഞെടുക്കുമ്പോൾ വെറും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ ഈ സർക്കാരിന് സാധിക്കുന്നുള്ളൂ എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഈ വലിയ സാങ്കേതിക അധിനിവേശത്തിന് മുന്നിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ പണയം വെച്ച BJP സർക്കാരിന് ചരിത്രം ഒരിക്കലും മാപ്പ് നൽകില്ല. അന്ധമായ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കപ്പുറം വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങുന്നത് എന്ന് തിരിച്ചറിയാൻ ഇനിയെങ്കിലും നമ്മൾ തയ്യാറാകണം. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.